ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 21. ആദിത്യാനാമഹം വിഷ്ണുർ ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. വിവർത്തനം. ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണുവും ജ്യോതിസുകളിൽ ദീപ്തിമത്തായ സൂര്യനും മരുത്തുക്കളിൽ മരീചിയും നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. ഭാവാർത്ഥം. 12 ആദിത്യന്മാരുള്ളതിൽ മുഖ്യൻ കൃഷ്ണനാണ്. ആകാശത്തിലെ ജ്യോതിർഗണങ്ങളിൽ പ്രാധാന്യം സൂര്യനാണ്. ആ സൂര്യനെ ഭഗവാന്റെ പ്രകാശമാനമായ കണ്ണെന്നാണ് ബ്രഹ്മസംഹിത വർണ്ണിക്കുന്നത്. അന്തരീക്ഷചാരികളായി 50 വിധം മരുത്തുക്കൾ അഥവാ വായു വിശേഷങ്ങൾ ഉണ്ട്. അവർക്ക് അധിപനായ ദേവത മരീചി കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നു. രാത്രികാലങ്ങളിൽ തിളങ്ങിക്കാണുന്ന നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ് ഏറ്റവും പ്രാമുഖ്യം. അതിനാൽ ചന്ദ്രൻ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളിൽ ഒന്നാണെന്നു കൂടി ഈ ശ്ലോകം അർത്ഥമാക്കുന്നുണ്ട്. ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രപഞ്ചത്തിൽ അനേകം സൂര്യന്മാരുണ്ടെന്ന സിദ്ധാന്തം വേദസമ്മതമല്ല. സൂര്യൻ ഒന്നും മാത്രം. സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് ചന്ദ്രൻ തിളങ്ങുന്നു. അപ്രകാരം തന്നെ നക്ഷത്രങ്ങളും. ഭഗവത്ഗീത ചന്ദ്രനെ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുത്തി കാണുന്നതുകൊണ്ട് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും സൂര്യന്മാരല്ല, എന്നാൽ അവ ചന്ദ്ര സദൃശമാണ്. ശ്ലോകം 22. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ. വിവർത്തനം. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് അഥവാ അവബോധവുമാണ് ഞാൻ. ഭാവാർത്ഥം. ജീവസത്തകൾക്ക് പ്രജ്ഞയുണ്ട്, ജഡപദാർത്ഥങ്ങൾക്ക് അതില്ല. ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. പ്രജ്ഞയാണ് സർവോത്കൃഷ്ടവും ശാശ്വതവും. ജഡപദാർത്ഥങ്ങളുടെ സങ്കലനത്താൽ നിർമ്മിക്കപ്പെടാവുന്നതല്ല പ്രജ്ഞ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.